ചൂളയുടെ ഉള്ളിലേക്ക് സെറാമിക് ഓടുകൾ കയറ്റാനും ഇറക്കാനുമായി ചെറിയൊരു റെയിൽ പാളവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിമിഷ നേരം കൊണ്ട് കൂജ നിർമ്മിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മനോഹരമായ കൂജ നിർമ്മിച്ചിരിക്കുകയാണ്. ഇനിയൊരു ചെറിയ നൂൽ ഉപയോഗിച്ച് ഈ കല്ലിൽ നിന്നും നമ്മുടെ കൂജ അതിസൂക്ഷ്മമായി അടർത്തിയെടുക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടിനിടെ നമ്മുടെ കൂജ താഴെ വീണ് തവിട് പൊടിയായി പോയി. അത് എന്തൊരു അലൈൻമെൻറ്റിലാണ് ഇത് വെച്ചേക്കുന്നതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. സാധാരണ അത് തള്ളി മറിച്ച് ഇടേണ്ടതാണല്ലോ. ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് തായ്വാനിലെ ന്യൂ തായ്പേ സിറ്റിയിലുള്ള ഇങ്ക് സെറാമിക് മ്യൂസിയം സന്ദർശിക്കുവാനാണ്. ഇങ്ക് സെറാമിക് മ്യൂസിയത്തിലെ മനോഹര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഇങ്ക് സെറാമിക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇങ്ക് സെറാമിക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നടക്കാനായിട്ട് റോഡ് ക്രോസ് ചെയ്യാനും നടക്കാനും ഒക്കെ ആയിട്ടൊരു ഓവർ ബ്രിഡ്ജ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. മനോഹരമായൊരു സ്ഥലമാണ് ഇങ്ക് സെറാമിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. മ്യൂസിയം ടിക്കറ്റ് ടു ഓക്കെ. ശിശേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടിക്കറ്റാണ്. നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിക്കറ്റാണ്. 80 NTD ആണ് ഒരാൾക്ക്. 80 NTD ആണ് ഒരാൾക്ക്. വീഡിയോ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അപ്പോൾ ഈ സെറാമിക്സ് മ്യൂസിയത്തിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ നമുക്കിവിടുന്ന് ഈ ടിക്കറ്റ് കൊടുത്ത് സെറാമിക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഇങ്ക് സെറാമിക്സ് പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ റിസപ്ഷൻ്റെ തൊട്ട് മുന്നിലായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ചൂളയാണ് നമ്മളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഈ ചൂളയ്ക്കുള്ളിൽ കയറി നമുക്ക് നിരീക്ഷിക്കാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചുടുകട്ടയും മണ്ണും കുഴച്ച് തേച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചൂളയാണ്. സ്നേക്ക് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ചൂളയാണിത്. ആളുകൾ ഇതിൻ്റെ ഉള്ളിലൂടെ കയറി പോകുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കരി പുരണ്ട ഇഷ്ടികയാണ്. ചൂളയ്ക്കുള്ളിലെ തീയൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കരി മൂലം ഇതിനുള്ളിലെ ഇഷ്ടിക കറുത്ത കളറിലാണ് കാണപ്പെടുന്നത്. സുവനിയർ സ്റ്റാമ്പ്സും വെള്ള പേപ്പറും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിലോ ഈ പേപ്പറിലോ ഒക്കെ സീൽ ചെയ്ത് ഒരു മെമ്മറിക്കായിട്ട് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്കറിയാം സെറാമിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള വീലിൽ മണ്ണ് കുഴച്ച് വെച്ച് കൈകൊണ്ട് കറക്കിയാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അത്തരം വീലുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ചൂളകളെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഡയറക്ഷൻ, ഷേപ്പ്, ഫ്യൂവൽ ടൈപ്പ്, ഫയറിംഗ് ടെക്നിക്ക്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചൂളകളെ പലതരത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരം ചൂളകളുടെ മോഡലുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വിറകും അതിൻ്റെ ഉള്ളിലെ സെറാമിക് പാത്രങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരും എല്ലാം ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെറാമിക് കൊണ്ട് നിർമ്മിച്ച നിരവധി പാത്രങ്ങളും ഉപകരണങ്ങളും വലിയ കൂജകളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പല കാലഘട്ടങ്ങളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നത് ജാപ്പനീസ് കൊളോണിയൽ കാലത്ത് തായ്വാനിൽ ഉപയോഗിച്ചിരുന്ന സെറാമിക് യൂറിനലുകളാണ്. 1895 മുതൽ 1945 ജാപ്പനീസ് അധിനിവേശം അവസാനിക്കുന്നതുവരെ ഇത്തരം സെറാമിക് യൂറിനലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. വിലമതിക്കാനാവാത്ത നിരവധി സെറാമിക് വസ്തുക്കളുടെ ഒരു വലിയ പ്രദർശനം തന്നെ ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരു ചൂളയുടെ ഉൾവശം എങ്ങനെ എന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. തീയുടെ നിറത്തിലുള്ള ലൈറ്റാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്.
ചൂളയുടെ ഉള്ളിലേക്ക് സെറാമിക് ഓടുകൾ കയറ്റാനും ഇറക്കാനുമായി ചെറിയൊരു റെയിൽ പാളവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളങ്ങനെ സെറാമിക് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് മെനുവും തന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും മീൽസ് ഏതാ ഉള്ളത് നോക്കാം. ടോഫു പുഡിങ്, സോയ് മിൽക്ക് സോയാബീൻ കേർഡ് 1, ടെൻഡർ ചിക്കൻ ടോസ്റ്റ്. നമ്മളപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത സോയ് മിൽക്ക് സോയാബീൻ പുഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ ഇതിനകത്തുണ്ട്. സൂപ്പർ ടേസ്റ്റി സാധനമാണ്. നമ്മുടെ ടെൻഡർ ചിക്കൻ ടോസ്റ്റ് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത്. അങ്ങനെ നമ്മൾ സെറാമിക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങി പുറത്തെ കാഴ്ചകൾ കാണാം. പുറത്തിറങ്ങിയപ്പോൾ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. മനോഹരമായ നിരവധി വൃക്ഷങ്ങളും ചെടികളും ഇവയ്ക്കിടയിലൂടെ നിരവധി ശില്പങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് യങ് സെറാമിക്സ് പാർക്ക്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നിരവധി ജീവജാലങ്ങളെ നമുക്ക് അവിടെ ഇവിടെയായിട്ട് ഈ പാർക്കിൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഒരു പൂച്ചസാറിൻ്റെ ശില്പമാണ്. ഓന്ത്, തവള, വണ്ട് തുടങ്ങി നിരവധി ജീവജാലങ്ങളാണ് ഈ പാർക്കിൽ അങ്ങിങ്ങായി ഒളിഞ്ഞിരിക്കുന്നത്. ഈ പാർക്കിൽ എവിടെ നോക്കിയാലും നിരവധി മനോഹരങ്ങളായ സ്കൾപ്ചറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള നിരവധി ശില്പികളുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു സെറാമിക്സ് പാർക്ക്. സെറാമിക്സ് പാർക്കിനുള്ളിൽ തന്നെയുള്ള ഒരു സെറാമിക്സ് വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. മുമ്പ് നമ്മൾ പ്രദർശനത്തിൽ കണ്ട തരത്തിലുള്ള മണ്ണ് കുഴയ്ക്കുന്നതിനും കറക്കി പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള നിരവധി ഉപകരണങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഈ കാണുന്നത് ഒരു വീലാണ്. ഇതിൽ വെച്ച് കറക്കിയാണ് നിരവധി പാത്രങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ശില്പി ഇവിടെ എത്തി. ഇദ്ദേഹം സെറാമിക്സ് കൾച്ചർ നമ്മെ പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു കൂജ നിർമ്മിക്കുകയാണ്. നമുക്കൊപ്പം ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിൽ നിന്ന് വന്ന 3 പെൺകുട്ടികളാണ്. സെറാമിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ആദ്യപടിയായ മണ്ണ് എങ്ങനെ നല്ല രീതിയിൽ കുഴയ്ക്കാം എന്ന് ഇദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മണ്ണുകുഴ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വളരെ പെട്ടെന്ന് കാലുകൾ കൊണ്ട് ഈ വീൽ കറക്കിയ ശേഷം നിമിഷ നേരം കൊണ്ട് കൂജ നിർമ്മിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മനോഹരമായ കൂജ നിർമ്മിച്ചിരിക്കുകയാണ്. ഇനിയൊരു ചെറിയ നൂൽ ഉപയോഗിച്ച് ഈ കല്ലിൽ നിന്നും നമ്മുടെ കൂജ അതിസൂക്ഷ്മമായി അടർത്തിയെടുക്കണം.
ഇനി ഈ കൂജയ്ക്കൊപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം. 3、2、1，好，等一下，你，我看看，哦，可以，啊，等一下，你要把这个拍起来，这样，对，好，这样，好啊，这样拍起来，还没开始哦，哈，还没开始哦，等一下哈，3、2、1，好，等一下啊，好，那你们拿着哦，来，你拿这边，你拿这边。轻轻的就好，轻轻的，我拿下面，我拿着就好，拿。好了吗？放开啊！可以了，我拿，അങ്ങനെ ഫോട്ടോഷൂട്ടിനിടെ നമ്മുടെ കൂജ താഴെ വീണ് തവിട് പൊടിയായി പോയി. 你回去，你留下来，叫他3年后再来带他。തമാശയ്ക്ക് ഇദ്ദേഹം നമ്മളോട് പറയുകയാണ്, ആരെങ്കിലും ഇവിടെ വന്ന് ഇത്തരത്തിൽ പാത്രങ്ങൾ പൊട്ടിക്കുകയാണെങ്കിൽ 3 വർഷം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് സെറാമിക്സ് പാത്ര നിർമ്മാണം അഭ്യസിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം.是不是这样很漂亮？啊，你们可以这边拍一张，你们可以进去拍。ഇനി ഒരു കിളിയെയാണ് നമുക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നത്. അതിനായി വീണ്ടും കുറച്ച് മണ്ണെടുത്ത് കിളിയുടെ ഉടൽ ഉണ്ടാക്കുന്നതിനായിട്ട് മറ്റൊരു വീലിൽ, കാലുകൊണ്ട് കറക്കാൻ പറ്റുന്ന മറ്റൊരു വീലിൽ വെച്ച് കറക്കുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് കിളിയുടെ ഉടൽ ഉണ്ടായി വരുന്നതിന് നാം സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ കിളിയുടെ ഉടൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് വേണ്ട രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിമിഷ നേരം കൊണ്ട് കിളിയുടെ വാലും ചുണ്ടും കണ്ണുകളും റെഡിയാവുകയാണ്.很痛嘞。看好这样，要有羽毛啊，羽毛很，对，哇，太棒了，好，来这边，对。അങ്ങനെ കിളിയുടെ ചുണ്ടും തൂവലുകളുമെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ നിർമ്മിച്ച ഈ കിളിയുടെ പുറത്ത് കയറി ഇന്ത്യയിലേക്ക് പോകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ സെറാമിക്സ് ഗുരുവിനോടും സഹപാഠികളോടും യാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇങ്ക് സെറാമിക് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് സാനിങ് ആർട്ട് വില്ലേജിലേക്ക് പോകാം. വാക്കിങ്ങിനായിട്ടുള്ള ഓവർ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാനിങ് ആർട്ട് വില്ലേജിലെ വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് സാനിങ് ആർട്ട് വില്ലേജിലുള്ള വാച്ച് ടവറിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നമ്മളീ പോകുന്ന ആർട്ട് വില്ലേജിൽ സെറാമിക് പാത്രങ്ങളുടെ വലിയ ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ആർട്ട് വില്ലേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം പുൽത്തകിടികൾ ഉണ്ടാക്കിയിട്ട് അതിൽ മുഴുവൻ സോസർ, സ്പൂണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇതേ ലോകത്തിലെ ഏറ്റവും വലിയ ചായ കപ്പ് നമുക്കിവിടെ കാണാം.
ഇത്രയും വലിയ ചായക്കപ്പാണ്, പക്ഷേ ഇത് മറിച്ചിട്ടേക്കുന്ന നിലയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, എന്നേക്കാളിലും പൊക്കത്തിലുള്ള ഏതാണ്ട് ഒരു 200 സെൻറ്റിമീറ്റർ എങ്കിലും ഉയരമുള്ള ഒരു വലിയ സോസർ ഇവിടെ വെച്ചേക്കുന്നു. മനോഹരമായിട്ടുണ്ട്. മനോഹരമായ ഡിസൈനുള്ള സോസറുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ പാർക്കിൻ്റെ മധ്യത്തായിട്ടൊരു വാച്ച് ടവർ നമുക്ക് തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. സെറാമിക് ഡിസൈനിലാണ് ഈ ഒരു വാച്ച് ടവറും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഉള്ളിലേക്ക് പോയി നോക്കാം, ഇതിലേക്ക് കയറാൻ പറ്റുമെന്ന്. എന്തായാലും നമുക്ക് വാച്ച് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയില്ല, അത് ക്ലോസ്ഡ് ആണ്. എല്ലാവരും അവിടെ വരെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് സോസറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നിരവധി കൂജകൾ ഇവിടെ കമത്തിയും നിരത്തിയും ചെരിച്ചുമൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗാണ് എന്തായാലും ഈ ഒരു പൂജയ്ക്ക്. ചെറിയ ചെറിയ ചുടുകട്ടകൾ കൊണ്ട് മനോഹരമായ രീതിയിലാണ് ഈ പൂജകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പം നിരവധി ചെറിയ ചെറിയ കൂജകൾ, വലുതും ചെറുതുമായ കൂജകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം കണ്ടതിൽ നിവർന്നിരിക്കുന്ന ഒരു ഇതായിട്ടുള്ള ഒരു കൂജ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൂജകൾ കണ്ടിട്ട് വരുമ്പോഴാണ് ആർച്ചുകൾ. വീണ്ടും സെറാമിക് ഇഷ്ടിക കൊണ്ട് തീർത്ത ആർച്ചുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ആർച്ചുകളാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ആർച്ചുകൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച് വച്ചിരിക്കുന്നത്. സാധാരണ നീ അത് തള്ളി മറിച്ചിടേണ്ടതാണല്ലോ.